പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹപര നന്മയെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു ദുആയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വ അസ്ലിഹ് ലി ദുനിയാ അല്ലത്തി ഫീഹാ മആശി വ അസ്ലിഹ് ലി ആഖിറതി അല്ലത്തി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫി കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, എൻ്റെ കാര്യത്തിൻ്റെ സംരക്ഷണമായ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണമേ. എൻ്റെ ദുനിയാവ് എനിക്ക് നീ നന്നാക്കി തരണമേ. അതിലാണ് എൻ്റെ ഉപജീവനം. എൻ്റെ മടക്കസ്ഥലമായ പരലോകത്തെ എനിക്ക് നീ നന്നാക്കി തരണമേ. ജീവിതത്തെ എല്ലാ നന്മയും അധികരിച്ചതായി നീ എനിക്ക് ആക്കി തരണമേ. മരണത്തെ എല്ലാ തിന്മയിൽ നിന്നുമുള്ള ആശ്വാസമാക്കി നീ നൽകണമേ. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും അറിയിച്ചുകൊണ്ട് അബൂ ഖതാദ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടി ഒരു മയ്യത്ത് കൊണ്ടുപോയി. അവിടുന്ന് പറഞ്ഞു, മുസ്തരിഹ് വ മുസ്തറാഹ് മിൻഹു എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിശ്രമം ലഭിക്കുന്നവൻ. അനുചരന്മാർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് ഇതിൻ്റെ വിവക്ഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യുത്തരം നൽകിയത് ഇങ്ങനെയാണ്: സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹം ദുനിയാവിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് മോചിതനായി. അതിലെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് അദ്ദേഹം നീക്കപ്പെട്ടു. ദുർമാർഗി മരിച്ചാൽ അവനിൽ നിന്ന് മനുഷ്യർക്കും രാജ്യത്തിനും മരങ്ങൾക്കും മൃഗങ്ങൾക്കും വിശ്രമം ലഭിക്കുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മയെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടുകൂടി സദാസമയവും അള്ളാഹുവിനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.